കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 6ാം പ്ലാറ്റ്ഫോം കമ്മീഷൻ ചെയ്യുന്നതിന്റെ മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. ആലപ്പുഴ വഴി പോകേണ്ട ചില ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ കോട്ടയം വഴിയാക്കി. എറണാകുളം ജംഗ്ഷനിലെത്തേണ്ട ട്രെയിനുകളിൽ ചിലത് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റി. 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ പുതിയ പാനൽ സ്ഥാപിക്കുക, സിഗ്നലിംഗ്, കേബിളിംഗ് ജോലികൾ പൂർത്തിയാക്കുക എന്നിവയാണ് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായി നടക്കുന്നത്. ഇതിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഗതാഗത തടസ്സമില്ല. സിഗ്നൽ സംവിധാനത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് ട്രെയിനുകൾ റദ്ദാക്കാതെ നിവൃത്തിയില്ലെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. പുതിയ പ്ലാറ്റ്ഫോം പ്രവർത്തന സജ്ജമാകുന്നതോടെ 20% തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 5 പ്ലാറ്റ്ഫോം ഉള്ളവർ 6ആയി. ഓക്കെ, 6ാമത്തെ പ്ലാറ്റ്ഫോമിന് 19 കോച്ച് കപ്പാസിറ്റി ഉള്ളൂ. എന്നാലും എല്ലാ പാസഞ്ചർ ട്രെയിൻസും അവിടെ പിടിക്കാം. പിന്നെ ത്രൂ ട്രെയിൻസ്, നീളം കുറഞ്ഞ പല ട്രെയിൻസ് ഉണ്ട്. ദുരന്തോ, ശതാബ്ദി അടക്കം പല ട്രെയിൻസ് ഉണ്ട്. അതിൽ കൺവീനിയൻസ് നോക്കി നമുക്ക് ഏതെങ്കിലും അവിടെ പിടിക്കാം. ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളത്തു നിന്നുള്ള എല്ലാ പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. വേണാട്, വഞ്ചിനാട്, കേരള എക്സ്പ്രസുകൾ ഈ ദിവസങ്ങളിൽ നോർത്ത് സ്റ്റേഷനിലാകും എത്തുക. ഇവ 2 മണിക്കൂറോളം വൈകാനും ഇടയുണ്ട്. ശനിയാഴ്ച ആലപ്പുഴ വഴി പോകുന്ന ബാംഗ്ലൂർ കൊച്ചുവേളി, തിരുവനന്തപുരം ഇൻഡോർ, കൊച്ചുവേളി ബാംഗ്ലൂർ, കൊച്ചുവേളി ചണ്ഡീഗഡ്, മാംഗ്ലൂർ നാഗർകോവിൽ എന്നീ ട്രെയിനുകൾ കോട്ടയം വഴിയാക്കി. ഞായറാഴ്ചത്തെ നിസാമുദ്ദീൻ തിരുവനന്തപുരം, തിരുവനന്തപുരം ഗോരഖ്പൂർ, ഹാപ്പ എക്സ്പ്രസ്, മംഗലാപുരം നാഗർകോവിൽ എന്നീ ട്രെയിനുകളും കോട്ടയം വഴിയാക്കി. ഇവയ്ക്ക് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് ആലപ്പുഴയിൽ നിന്നാകും ഞായറാഴ്ച സർവീസ് തുടങ്ങുക. കൂടാതെ ഷൊർണൂർ മുതൽ കായംകുളം വരെയുള്ള റൂട്ടിൽ ശനി ഞായർ ദിവസങ്ങളിൽ ട്രെയിനുകൾ ഏറെ വൈകിയേക്കാമെന്നും റെയിൽവേ അറിയിച്ചു. മനോരമ ന്യൂസ്,